ആയിട്ട് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുന്നതിന് നോക്കാം. ഇത് നമ്മൾ പശുമ്പാലിലാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോണത്. പക്ഷെ പശുമ്പാലിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റിന് ഒട്ടും കുറവുണ്ടാവില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പശുമ്പാല് ചേർത്തിട്ട് ഇതേപോലെ സ്റ്റൂ ഉണ്ടാക്കിയാലും ആ പാല് പിരിഞ്ഞൊന്നും പോവുകയും ചെയ്യില്ല. പിന്നെ റെഡിയാക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പമാണ്, കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കുന്നത്. ഈ സ്റ്റൂവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പശുമ്പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് പാലും പിന്നെ ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ് വെള്ളവും, അങ്ങനെ ടോട്ടൽ 2 ഗ്ലാസ് പാലാണ് ചേർക്കണത്. ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ചേർക്കാം. ഇതിലേക്ക് ബാക്കി വെള്ളവും ചേർക്കാം. അങ്ങനെ 2 ഗ്ലാസ് പാല് ചേർക്കാം. ഇപ്പോൾ പാല് നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോൾ തിളപ്പിച്ചേക്കണം, കാച്ചേക്കണ പാലായിരുന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ എടുത്തേക്കുന്നത് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഇരുന്ന നല്ല തണുത്ത പാലാണ്. അപ്പോൾ എന്ത് പാലായിരുന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിരുന്നിട്ട് ഇപ്പോൾ കാച്ചി വെച്ചിരുന്ന പാലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് ഇതിലേക്ക് ചേർക്കണ കഷ്ണങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ഉരുളൻകിഴങ്ങ് കുറച്ച് കൂടുതൽ ചേർക്കുക, കാരണം ഉരുളൻകിഴങ്ങ് കഴിക്കാനായിരിക്കും എല്ലാവർക്കും കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടമുണ്ടാവുക. ഞാനിവിടെ ഉരുളൻകിഴങ്ങ് ഇതേപോലത്തെ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഇതേപോലത്തെ ഒരു കഷ്ണം ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയ്ക്ക് ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പിടി ഫ്രഷ് ആയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പീസ് ഇങ്ങനെ കടയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ ഫ്രീസറിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫ്രീസറിൽ ഇരിക്കുന്നുണ്ടാവും കടയിൽ ചെല്ലുമ്പോൾ. ഇത് ഇങ്ങനെ ഓൾറെഡി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന പീസാണത്. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങിയിട്ടുള്ള പീസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, ആ പീസ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പീസ് ചേർക്കണ്ട കേട്ടോ. അത് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂവിന് ഭയങ്കര കൊഴുപ്പൊക്കെ കൂടിയിട്ട് സ്റ്റൂവിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കഷ്ണങ്ങളായിട്ട് ഈ 4 കൂട്ടം സാധനങ്ങളാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇതിനകത്ത് ഏതെങ്കിലും കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ ബീൻസ് ചേർക്കുന്നത് ഇഷ്ടമായിരിക്കില്ല, അപ്പോൾ ബീൻസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് ഉരുളൻകിഴങ്ങ് കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ഇതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ 2 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ ഇതേപോലത്തെ ചെറിയ ടൈപ്പ് പച്ചമുളക്, ഇത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത് ഞാനിവിടെ ഒരു 7 എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. സ്റ്റൂവിലേക്ക് നമ്മൾ വെളുത്തുള്ളി ചേർക്കില്ല. അപ്പോൾ സവോള നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. പച്ചമുളകും ഇഞ്ചിയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇത് നമ്മൾ പശുമ്പാൽ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്റ്റൂവിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് സാധാരണ വിനീഗറാണ് ചേർക്കാറ്. പക്ഷെ വിനീഗർ ചേർത്തിട്ടുണ്ടെങ്കിൽ പശുമ്പാൽ പിരിഞ്ഞു പോകും. അത് നാരങ്ങ നീര് ചേർത്താലും പശുമ്പാൽ പിരിഞ്ഞു പോകും. അപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ തക്കാളിയാണ് ചേർക്കുന്നത്. ഇതേപോലത്തെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കണം. ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ചേർക്കില്ല, മല്ലിപ്പൊടിയും ചേർക്കില്ല, മുളകിൻ്റെ പൊടിയും ചേർക്കില്ല. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഗരം മസാലയും ചേർക്കും, പിന്നെ കുരുമുളകിൻ്റെ പൊടിയും ചേർക്കും. ഇത് രണ്ടും ഞാൻ സ്റ്റൂവിലേക്ക് ചേർക്കുന്ന സമയത്ത് എന്തോരം ചേർത്തതെന്നുള്ളത് പറയാം. അല്ലെങ്കിൽ ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. ഈ ഗരം മസാലയൊന്നും ഓയിലിട്ടിട്ട് അങ്ങനെ വഴറ്റിയിട്ടൊന്നും ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ ഗരം മസാലയ്ക്ക് അങ്ങനെ പച്ച ടേസ്റ്റൊന്നുമില്ല. അതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ സ്റ്റൂവിന് ഇപ്പോൾ ഗരം മസാലയുടെ ടേസ്റ്റ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിരുന്നാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്തിട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഞാനിവിടെ ഒരു പിടി കാഷ്യൂനട്ടാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഉണക്കമുന്തിരി അല്ലെങ്കിൽ കിസ്മിസ് ആയിരുന്നാലും കുഴപ്പമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട്. അത് ഞാനിവിടെ കുറച്ച് ചേർക്കണുള്ളൂ. കാഷ്യൂനട്ടാണ് കുറച്ച് കൂടുതൽ ചേർക്കുന്നത്. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഒരു ചെറിയൊരു സവോള എടുത്തിട്ടുണ്ട്. ഈ സവോളയും നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ആ നെയ്യുടെ കൂടെ മൂപ്പിച്ചിട്ട് ചേർക്കും. അപ്പോൾ സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ചുവന്നുള്ളി ചേർക്കാം.
അപ്പോൾ സാധാരണ ഇങ്ങനെ സ്റ്റൂവിലേക്ക് നമ്മൾ ലാസ്റ്റ് നെയ്യിൽ വറുത്ത് ചേർക്കുമ്പോൾ ഇതേപോലെ സവോള അല്ലെങ്കിൽ ചുവന്നുള്ളി ചേർക്കാറില്ല. പക്ഷേ ഇതും കൂടിയാണ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സവോളയൊക്കെയാണ് പൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതും കൂടിയിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കണം. അത് നമ്മൾ ഫസ്റ്റ് സവോളയ്ക്ക് വഴറ്റിയിട്ട് എടുക്കുമ്പോൾ കറിവേപ്പില ചേർക്കണം. ഇത്രയ്ക്ക് സാധനങ്ങളാണ് സ്റ്റൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇതിലേക്കുള്ള കഷ്ണങ്ങളൊന്ന് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഈ മുറ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. ഈ വർഷമല്ല, അതിന് 30 വർഷം പോയി കൊണ്ടുവന്നു. ഇതേപോലെ നിങ്ങൾ സാധനങ്ങളെ കട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് കഴുകിയിട്ടെടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഉരുളൻകിഴങ്ങാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഇനി ഇത് നീക്കി വയ്ക്കാം. ഈ ബീൻസ് കട്ട് ചെയ്യാം. ബീൻസ് സാധാരണ നമ്മൾ തോരനൊക്കെയും കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് വലുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്റ്റൂ ഉണ്ടാക്കാനുള്ള എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉരുളൻകിഴങ്ങിൻ്റെ ഒരു കറിയുടെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒലിവ് ഓയിൽ നമുക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ, ഇതേപോലെ ഇങ്ങനെ സവോളയൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഒലിവ് ഓയിൽ വാങ്ങുമ്പോൾ ആ ടിന്നിൻ്റെ അവിടെ ഇതേപോലെ ഇങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഫാറ്റ് ഇതൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അതും അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്നലെ എടുത്ത ഒലിവ് ഓയിൽ ഇതായിരുന്നു. അപ്പോൾ ഇതും എഴുതിയേക്കുന്നത് എക്സലൻറ്റ് ഫോർ കുക്കിംഗ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കുന്നതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ചിലതുമ്മ എഴുതിയിട്ടുണ്ടാവും എക്സലൻറ്റ് ഫോർ അല്ലെങ്കിൽ സാലഡ്, അല്ലെങ്കിൽ ഫോർ സാലഡ് ഓൺലി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡീപ് ഫ്രൈക്കുള്ള ഒലിവ് ഓയിൽ നമുക്ക് വേറെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വറക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഗ്രീൻ കളറുള്ളതായിരിക്കും ഈ ഒലിവ് ഓയിൽ. ഡീപ് ഫ്രൈക്ക് കിട്ടുന്നത് അത്രയ്ക്കായിട്ട് ഗ്രീൻ കളറായിരിക്കില്ല. എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടി ഒന്ന് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പായിരിക്കും ഈ ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് വാങ്ങണ സമയത്ത് അതിങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെ നോക്കിയാൽ മതി. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് നെയ്യിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിൽ ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഡാൽഡയിൽ വേണമെന്നുണ്ടെങ്കിൽ ഡാൽഡയിലും ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒലിവ് ഓയിലാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇവിടെ തണുപ്പ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര കട്ട പിടിച്ചിരിക്കും. അപ്പോൾ തണുപ്പ് കാലം തുടങ്ങുമ്പോൾ മിക്കപ്പോഴും ഒലിവ് ഓയിലാണ് പിന്നെയുള്ള കറികളൊക്കെ ചെയ്യുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും സവോളയും പച്ചമുളകും ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. ഈ സവോളയ്ക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ സവോളയ്ക്കും ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളകിൻ്റെ പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ടാണ്ട് നന്നായിട്ട് മൊരിഞ്ഞു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ സവോളയ്ക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർക്കണില്ലല്ലോ. ഇതിലേക്കുള്ള കഷ്ണങ്ങൾ ചേർക്കാം. ഈ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം.
ചേർക്കാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പീസ് ഇപ്പോൾ കിട്ടാനില്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പീസ് കിട്ടാൻ വേണ്ടിയിട്ട് പാടുന്നു. അപ്പോൾ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പീസിന് പകരം ഉണങ്ങിയിട്ടുള്ള പീസ് ചേർക്കരുത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കും. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ പാല് ചേർക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്. നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇതേപോലെ മെഷറിംഗ് സ്പൂണിലാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ 1.5 ടീസ്പൂൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ടീസ്പൂണിലേക്ക് നിറച്ചൊക്കെ എടുത്തിട്ട് ഇടാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ ഗരം മസാല നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഇതിനകത്തെ കഷ്ണങ്ങളൊക്കെയും ഒരു പകുതി വേവായിട്ടുണ്ട്. അപ്പോൾ പകുതി വേവാവണ വരെ ഇതേപോലെ ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് മൂടി വെച്ചിട്ട് വേവിക്കുക. ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇതേപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് പകുതി വേവായി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് പാല് ചേർക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിതിലേക്ക് പശുമ്പാലാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോണത്. 1.5 ഗ്ലാസ് പാലിന് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിവിടെ തണുത്ത പാലാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കാച്ചി വെച്ചേക്കണ പാലായിരുന്നാലും കുഴപ്പമില്ല. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുക്കാം. നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഉപ്പ് കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക. ഗരം മസാല കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഗരം മസാലയും ചേർക്കാം. അത് ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഈ തിളച്ച് പോകാണ്ട് നോക്കണം. മൂടി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തിളച്ച് പോകും. കാരണം പശുമ്പാൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതൽ. അപ്പോൾ നമുക്ക് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്നതിന് വെച്ചാൽ മതി. ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ എന്താണ്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഈ കറി ഒരു 7 മിനിറ്റ് തിളച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വരെ തിളപ്പിക്കുക. അതിൽ കൂടുതൽ സമയം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട. കാരണം ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്തേക്കുന്നതാണല്ലോ. ഇനി അപ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഒട്ടും പിരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. ഈ സ്റ്റൂവിലേക്ക് നമുക്ക് നെയ്യിൽ കാഷ്നട്ടും മുന്തിരിയൊക്കെ നമുക്ക് വറുത്ത് ചേർക്കണമല്ലോ. അപ്പോൾ ഇത് നീക്കി വയ്ക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്നട്ട് ചേർക്കാം. ഇപ്പോൾ കാഷ്നട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർക്കാം. അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് എടുത്തിട്ട് ഞാനിവിടെ നീക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിലേക്ക് നമുക്ക് സവോളയും കൂടിയിട്ടൊന്ന് മുരിച്ചിട്ട് ചേർക്കണം. കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ സവോളയ്ക്ക് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന കാഷ്നട്ടും മുന്തിരിയും കൂടിയും ചേർക്കാം. കരിഞ്ഞു പോരുത്. തീ ഓഫ് ചെയ്യുക. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ സ്റ്റൂവിലേക്ക് ചേർക്കാം.
സ്റ്റൂവിൻ്റെ ഗ്രേവിയൊക്കെ ആയിരുന്നാലും ഇതേപോലെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്പോൾ കഴിക്കാനെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല തിക്കായി പോയി. അപ്പോൾ നമുക്കിപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഗ്രേവി ഇല്ലയെന്ന് തോന്നണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. പിന്നെ സ്റ്റൂ ഒക്കെ ആകുമ്പോൾ ഗ്രേവി ഇതേപോലെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തിക്കായിട്ടിരിക്കണം. അപ്പോഴായിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.